ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പാലപ്പം. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അരികൊക്കെ മുരിഞ്ഞിട്ടുള്ള നല്ല പാലപ്പമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കുതിർത്തെടുക്കുന്നതിന് മുന്നേ തന്നെ കഴുകിയെടുക്കണം. കുതിർത്ത ശേഷം കഴുകുവാണെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അരി ആദ്യം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വേണം സോക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്കൊരു 4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. 4 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതിലേക്ക് ചോറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണം. അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഇനി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് വെള്ളം ഒഴിച്ചും അരച്ചെടുക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു അരി പോലും തരി ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കൊരു തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ദോശമാവിനെക്കാട്ടിലും കുറച്ച് ലൂസാണ്. അപ്പോൾ ഇത് നമ്മൾ ഫെർമെൻ്റ് ആയി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഒരുപാട് ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ആ മാവിൻ്റെ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഫെർമെൻ്റ് ആയപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുമ്പ് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ടാണ് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് വെക്കാം. നമുക്കിത് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലും തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. നോൺ സ്റ്റിക്ക് ആണെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ചുറ്റിച്ച് വെച്ച ശേഷം നന്നായിട്ട് ഹോൾസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹോൾസ് വന്ന ശേഷം മാത്രമേ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവൂ. അപ്പോൾ നന്നായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പം നമ്മുടെ പാലപ്പമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ മുരിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ പാലപ്പം സെർവ് ചെയ്യുന്നത് ഞാനിവിടെ ബീഫ് സ്റ്റൂവിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ പാലപ്പം എല്ലാത്തിൻ്റെ കൂട്ടത്തിലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.